ഹലോ എവറി വൺ, വെൽക്കം ടു ഹൈബ്രിഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലും നമ്മുടെ കീമും JEE-യിലൊക്കെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. സെറ്റ് A has m elements and set B has n elements. If the total number of subsets of A is 1, 1, 2 more than the total number of subsets of B, then the value of m into n is dash. അപ്പോൾ ഇതൊരു JEE മെയിനിൽ ചോദിച്ച 2020-ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഫസ്റ്റ് നോക്കിയേ, സെറ്റ് A has m elements എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ A എന്ന് പറയുന്ന സെറ്റിനകത്ത് m എലമെൻറ്റ്സ്, അപ്പോൾ n of A is equal to m. പിന്നെന്താ, സെറ്റ് B has n എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. n of B is equal to n. n of B is equal to n. If the total number of subsets of A, അപ്പോൾ നമുക്കറിയാം അല്ലേ, സബ്സെറ്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2 raised to number of elements. അപ്പോൾ ഇവിടെ എന്താണ്, എയുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്, എക്കകത്ത് m എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എയുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2 raised to m ആയിരിക്കില്ലേ. അപ്പോൾ ആ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് ഈസ് 1, 1, 2 മോർ ദാൻ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി. ബിയുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സിനെക്കാളും 112 കൂടുതലാണ്. 1, 1, 2 പ്ലസ് എന്താണ്, ബിയുടെ സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ 2 raised to n ആണ് അല്ലേ. ഇനി നോക്കിയേ, 2 raised to n ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ 2 raised to m മൈനസ് 2 raised to n is equal to 1, 1, 2. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ വാല്യൂസ് ഇട്ട് നോക്കുക, 2ൻ്റെ പവറുകൾക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതിനാണ് ഡിഫറൻസ് 1, 1, 2 കിട്ടുന്നത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 2ൻ്റെ പവറുകൾ അറിയാമല്ലോ. ഇപ്പം 112 കിട്ടണമെങ്കിൽ എന്തായാലും ഹയസ്റ്റ് പവറിലേക്ക് പോവുള്ളൂ. അപ്പോൾ 2 to the power 5 32, 2 to the power 6 64, 2 to the power 7 128, അതുപോലെ 2 to the power 8 എന്ന് പറയുമ്പോൾ 256, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിൽ അതുപോലെ 2 to the power 4 16, അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ട എന്താണ്, നമുക്ക് കാണേണ്ടത് ഏതിനാണ് ഇതിൽ ഡിഫറൻസ് 1, 1, 2 കിട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ വാല്യൂസ് ഇട്ട് നോക്കുക. അപ്പോൾ നമുക്കിത് നോക്കിക്കേ, ഈ 128ഉം 16ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 128 മൈനസ് 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 112 അല്ലേ. 112 ആണല്ലോ. അപ്പോൾ ഇതിലെ വാല്യൂസ് ഇട്ട് നോക്കി എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, 2 to the power 7 ആണ് 128. അപ്പോൾ 2 to the power 7 മൈനസ് 2 to the power 4 ആണ് 16. അപ്പോൾ 2 to the power 4 is equal to 112. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. m is equal to 7, n is equal to 4. അങ്ങനെയെങ്കിൽ m ഇൻറ്റു n എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ m ഇൻറ്റു n is equal to 7 into 4 is equal to 28 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 2 to the power 7 മൈനസ് 2 to the power 4 is equal to 112 എന്ന് കിട്ടി. അതിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടും? m is equal to 7 ആണ്, അതുപോലെ n is equal to 4 ആണ്. അങ്ങനെയെങ്കിൽ m ഇൻറ്റു n അല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. m ഇൻറ്റു n എന്ന് പറയുമ്പോൾ 7 into 4 is equal to 28 എന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് s is equal to 1, 2, 3, 4 up to 100. The number of non-empty subsets A of S such that the product of elements in A is even എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് കണ്ടുപിടിക്കണം. A, അതായത് ഈ S എന്ന് പറയുന്നതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് A എന്ന് പറയുന്നത്. അതിനകത്തുള്ള എലമെൻസിൻ്റെ പ്രോഡക്ട്സ് എന്താവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈവൻ ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ഇയർ JEE മെയിൻ 2019-ലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഈവൻ ആവണമെങ്കിൽ, സെറ്റ് ഓഫ് എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ആവണമെങ്കിൽ അതിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റ് എന്താവണം? ഈവൻ ആവണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ആവുള്ളൂ അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 element should be even.
അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഈവൻ ആയാൽ മാത്രമേ ആ സെറ്റിനകത്തുള്ള എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ഈവൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി കൗണ്ടിങ് ആണ് ചെയ്യുക. കോംപ്ലിമെന്ററി കൗണ്ടിങ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കോംപ്ലിമെന്ററി കൗണ്ടിങ്? നമുക്ക് അറിയാം, നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഈവൻ ആയിട്ട് കിട്ടണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സബ്സെറ്റ്സിൽ നിന്ന് എന്തിനെ സബ്ട്രാക്ട് ചെയ്യുക? ഓഡ് കേസിന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ടോട്ടൽ സബ്സെറ്റ്സിൽ നിന്ന് ഓഡ് സബ്സെറ്റ്സുകളെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഈവൻ ആവുന്ന കേസ് ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ സബ്സെറ്റിൽ നിന്ന് എത്ര ഓഡ് ഉണ്ടോ ഓഡ് സബ്സെറ്റുകളെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ സബ്സെറ്റ്സ് ഇവിടെ നോക്കിയേ, എസിനകത്ത് 1 മുതൽ 100 വരെയുള്ള എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ 100 എലമെന്റ്സ്. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ് കാണാൻ എന്ത് ചെയ്യണം? 2⁻100 അല്ലേ? ഇനി ഓഡ് നമ്പർ ഓഫ് സബ്സെറ്റ്, ഓഡ് നമ്പേഴ്സിന്റെ സബ്സെറ്റ് അത് കാണാൻ എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെ 100 എലമെന്റ്സ് ഉണ്ട്. അതിൽ എത്ര ഓഡ് നമ്പേഴ്സ് കാണും? അതിന്റെ നേരെ പകുതിയല്ലേ? 100 എലമെന്റ്സിൽ 50 ഓഡ് നമ്പേഴ്സ് കാണും. 50 ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതിന്റെ സബ്സെറ്റ് 50 ഓഡ് നമ്പേഴ്സിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് 2⁻50. അപ്പോൾ 2⁻100 - 2⁻50 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. പക്ഷെ നോക്കിക്കേ, ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആൻസർ ഒന്നും കിടപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം അല്ലേ? 2⁻50യെ ഒന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്തേ. അപ്പോൾ 2⁻50 പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഇവിടെ ഒരു 2⁻50 ആണ്. 2⁻50 - 1 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ നോക്കിയ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ആർ മോഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് തന്നിരിക്കുന്നത്. ബി നോക്കിക്കേ, ബി ആണെങ്കിലോ എക്സ് ബിലോങ്സ് ടു ആർ റൂട്ട് ഓഫ് x² - 3 ഗ്രേറ്റർ ദാൻ 1. സി തന്നിരിക്കുന്നത് എക്സ് ബിലോങ്സ് ടു ആർ മോഡ് എക്സ് മൈനസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 and Z is a set of all integers. Then number of subsets of set A intersection B intersection C the whole complement. ഇത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് intersection Z is dash. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നമ്മൾ? അപ്പോൾ ഇങ്ങനെ തന്നിരുന്നാൽ നമ്മൾ നോർമൽ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ സെറ്റിനെ എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട രീതിയിലൊന്നാക്കാം. അതിനു മുന്നേ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്: എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ സി കോംപ്ലിമെൻറ്റ്. അതല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻറ്റ് വേണം, ബി കോംപ്ലിമെൻറ്റ് വേണം, സി കോംപ്ലിമെൻറ്റ് വേണം. അപ്പോൾ അതിനെല്ലാം മുന്നേ നമുക്ക് എയും ബിയും സിയും കിട്ടണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, എ നമുക്ക് എഴുതാം. എ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ മോഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. അപ്പോൾ മോഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മോഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ മോഡ് തന്നിരുന്നാൽ നമുക്കിതിനെ രണ്ട് രീതിയിൽ എഴുതാം: എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 1 or x minus 2 less than minus 1. ഓക്കെ, അപ്പോൾ മോഡ് വന്നതുകൊണ്ട് -1 വരാം 1 വരാമല്ലോ. അപ്പോൾ എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 1 എക്സ് മൈനസ് 2 ലെസ് ദാൻ -1 ഈ രണ്ടായിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഗ്രേറ്റർ ദാൻ 3 ഓർ എക്സ് ലെസ് ദാൻ -1. ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ -1 + 2 = 1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 ഓർ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു 3യേക്കാളും ഗ്രേറ്റർ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ബിലോങ്സ് ടു ഇതാണെങ്കിലോ -∞ to 1 യൂണിയൻ 3, ∞ ഇങ്ങനെയല്ലേ വരൂ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് എക്കകത്തുള്ളത്. എ ഈസ് ഈക്വൽ ടു
-∞, 1 യൂണിയൻ 3, ഇൻഫിനിറ്റി. നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഒന്നിലും പെടാത്ത എലമെൻറ്റ്സ് ആയിരിക്കും കോംപ്ലിമെൻറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ വരും എ കോംപ്ലിമെൻറ്റിനകത്ത്? 1, 3 ഇതല്ലേ കോംപ്ലിമെൻറ്റിനകത്ത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് വാല്യൂ ആണ്, ഇൻക്ലൂസീവ് വാല്യൂ. അതുപോലെ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ആ വാല്യൂസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, അതിന് തൊട്ട് മുന്നേ വരെയുള്ള വാല്യൂസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു 1, 3 ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ ബി എഴുതണം. ബി ഈസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? ബി ഈസ് ഈക്വൽ ടു √(x²-3 > 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. √(x²-3 > 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² - 3 > 1. അപ്പോൾ എക്സ് സ്ക്വയർ റൂട്ട് കളഞ്ഞു, അപ്പോൾ x² - 3 > 1, x² > 1 + 3, 4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 2 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ -2. അപ്പോൾ ഇതിന് രണ്ട് വാല്യൂസ് വരും, ലെസ് ദാൻ. എക്സ് ലെസ് ദാൻ -2, എക്സ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ എക്സ് ബിലോങ്സ് ടു നമുക്ക് എങ്ങനെ എഴുതാം? -∞ to -2 യൂണിയൻ 2 to ∞. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു -∞ to -2 യൂണിയൻ 2 to ∞. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ബി കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ വരുന്ന വാല്യൂസ്, അതായത് -2, 2. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻ്റ് കിട്ടി, ബി കോംപ്ലിമെൻ്റ് കിട്ടി. ഇനി അടുത്ത് എന്താണ്? സി കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സി കോംപ്ലിമെൻ്റ് എന്താ? ഇതുപോലെ തന്നെ x - 4 > 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ഓർ x - 4 <= -2 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? x > 6 അല്ലേ. 2 -4 ഇപ്പുറത്ത് വരുമ്പോൾ +4 ആവും, 6 ഓർ x <= -2 +4, അപ്പം 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ബിലോങ്സ് ടു എന്ത് വരും? -∞ to 2 യൂണിയൻ 6 to ∞. അപ്പോൾ ഇവിടെ സി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? സി കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു 2,6 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുക്കണം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് 1, 3 ആണ്, ഇത് -2, 2 ആണ്, ഇത് 2,6 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? യൂണിയൻ എടുക്കണം. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ ഏത് വരും? ഇവിടെ 1ഉം 3ഉം, ഇവിടെ -2, 2 നോക്കാം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -2,6, അതായത് -2 മുതൽ ഏത് വരെയുള്ള വാല്യൂസ്? 6 വരെയുള്ള വാല്യൂസ് കിട്ടും. -2 മുതൽ 6 വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഈ യൂണിയനകത്ത് വരൂലേ. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ വാല്യൂസും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതണം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ എയ്ക്കകത്തും ബിക്കകത്തും സിക്കകത്തും ഉള്ള എല്ലാ എലമെൻസും, എ കോംപ്ലിമെൻറ്റിനകത്തുള്ള എല്ലാ എലമെൻസും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് -2,6 എന്ന് കിട്ടും. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിന് നമ്മൾ വീണ്ടും ഇൻ്റർസെക്ഷൻ ഇസഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻ്റർസെക്ഷനാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ സി കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ഇസഡ് എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
-2 -1 1. അതായത് ഇസഡ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 1 0 1 2 3 4 5 6 ഇൻക്ലൂസീവ് അല്ല, അതുകൊണ്ട് ഇത്രയും വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര എണ്ണം വരും? 1 2 3 4 5 6 7 8 എലമെന്റ്സ്. ഇത്രയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 8 എലമെന്റ്സ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഈ സെറ്റിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. അപ്പോൾ 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാൻ 2 to the power 8 കാണാം. 2 to the power 8 എന്ന് പറയുമ്പോൾ 256. അപ്പോൾ ഇത്രയും ആയിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ 3 സെറ്റ്സ് എ ബി സി, എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഈ തന്നിരിക്കുന്നവയിൽ എന്തിന് ഈക്വൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നോക്കിക്കോ, നമുക്ക് കൊടുത്തിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എ ഇന്റർസെക്ഷൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ സി. ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കുണ്ടോ? നോക്കിക്കേ, ദാ ഇവിടെ ഉണ്ടല്ലേ ബി ഓപ്ഷൻ, എ ഇന്റർസെക്ഷൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ സി. അപ്പോൾ ഇത് നമുക്ക് ആൻസർ ബി ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 50 people 35 സ്പീക്ക് ഹിന്ദി ആൻഡ് 25 സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ഓൺലി ഇംഗ്ലീഷ്? അപ്പോൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നാണ് ചോദ്യം. അതിൽ 50 people ആണ് ടോട്ടൽ ഉള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇത് നമുക്ക് വെൻ ഡയഗ്രം യൂസ് ചെയ്ത്, ഫോർമുല ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. കാരണം ഇത് 2 വേരിയബിൾസ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഹിന്ദി സംസാരിക്കുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും. അപ്പം 2 വേരിയബിൾസ് ആയത് കാരണം നമുക്കിതിനെ വെൻ ഡയഗ്രം യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അപ്രോച്ച് എന്ന് പറയുന്നത്. നോക്കിയോ, ഇവിടെ നമ്മൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 50 people. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് 50 people എന്ന് എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദി സംസാരിക്കുന്ന 35 പേരുണ്ട്. 35 people സ്പീക്ക് ഹിന്ദി. അപ്പോൾ ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ചു. ഹിന്ദി സംസാരിക്കുന്ന 35 people ടോട്ടലാണ് പറഞ്ഞിരിക്കുന്നത്. 25 സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇതിൽ നോക്കിക്കോ, ഈ ബോത്ത് ഇംഗ്ലീഷും ഹിന്ദി സംസാരിക്കുന്ന 25 people. അപ്പോൾ അവരുടെ പൊസിഷൻ ഇതായിരിക്കും. ഇനി ടോട്ടൽ ഹിന്ദി സംസാരിക്കുന്ന 35 ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇവിടെ എത്ര പേര് വരും? ഹിന്ദി മാത്രം സംസാരിക്കുന്ന 10 ആൾക്കാരല്ലേ വരും. ടോട്ടൽ 35 ആണ്, അതിൽ ഹിന്ദി മാത്രം സംസാരിക്കുന്ന 10. ബാക്കിയുള്ളവർ കോമൺ ആണ്, ഇംഗ്ലീഷ് കൂടെ സംസാരിക്കുന്നവരാണ് 25. ഇനി നോക്കിയേ, ടോട്ടൽ 50, അതിൽ നമുക്ക് ഇവിടെ 35 ആയി, ബാക്കി എത്ര ഉണ്ട്? ഇവിടെ 15. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? 15 ആൾക്കാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കീമിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, 15 ആണ് ആൻസർ കിട്ടുക. ഓൺലി ഇംഗ്ലീഷ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 15 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇസഡ്. ഇൻറ്റിജർ ആണ് എക്സ് വരുന്നത്. അതിൽ എക്സിൻ്റെ വാല്യൂ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. ആൻഡ് ലെറ്റ് ബി ഈസ് ഈക്വൽ ടു, ഇൻറ്റിജറിലാണ് വരുന്നത്, 0 ലെസ് ദാൻ x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ദെൻ എ ഇന്റർസെക്ഷൻ ബി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എയും ബിയും നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫോമിൽ എഴുതണം അല്ലേ. അപ്പോൾ എ എങ്ങനെ എഴുതും? എയുടെ റേഞ്ച് ഇൻറ്റിജർ ആണ്, റേഞ്ച് പറയുന്നത് -1 മുതൽ 4 വരെ. പക്ഷെ ഇവിടെ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, എക്സ് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് വരും? -1 വരും, 2 വരും, -1 0 1 2 3. 4 വരുമോ? ഇല്ല, കാരണം ഇവിടെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരുന്നെങ്കിൽ നമുക്ക് 4 ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ എക്സ് ലെസ് ദാൻ 4 ആയത് കാരണം 4ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ വരെ വരുള്ളൂ. ഇനി അടുത്ത് ബി എങ്ങനെ എഴുതും? ബി നോക്കിക്കേ, ബി കൊടുത്തിരിക്കുന്നത് 0 ലെസ് ദാൻ x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റണം. അതിന് വേണ്ടി 2 കൊണ്ട്
ഹോൾ ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ ബിയുടെ വാല്യൂ എങ്ങനെ എഴുതാം? നമുക്ക് 0 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബാക്കി വാല്യൂസ് 1 2 3 4 5 6 അല്ലേ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ ചോദിച്ചിരിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള എലമെൻസിനെ എടുത്ത് എഴുതാം. അപ്പോൾ 1 2 3 ഇവിടെയും 1 2 3. അപ്പോൾ 1 2 3 ഇതാണ് ആൻസർ. ഓപ്ഷൻ എ 1 2 3 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എൻ ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബിയിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്? 97 എലമെൻറ്റ്സ് ഉണ്ട്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ 23 എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് എൻ ഓഫ് എ മൈനസ് ബിയിൽ 39 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എൻ ഓഫ് ബിയിൽ എത്ര എലമെൻറ്റ്സ് കാണുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലേ. എൻ ഓഫ് എ മൈനസ് ബി നമ്മൾ എഴുതി വെച്ചതാണ് നേരത്തെ. അപ്പോൾ എൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്ന എന്തായിരുന്നു ഇക്വേഷൻ? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എൻ ഓഫ് എ മൈനസ് ബി നമുക്കറിയാം 39 ആണ്. ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ അറിയില്ല, സോ അതിനെ അതേപോലെ ഇട്ടിരിക്കുക. എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 23 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എൻ ഓഫ് എ കണ്ടുപിടിക്കാമല്ലോ. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 39 പ്ലസ് 23. അപ്പം എന്ത് കിട്ടും? 9 + 3 12 6 62 എന്ന് കിട്ടും. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 62. ഇനി നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ അറിയാം അല്ലേ. എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ഓഫ് എ യൂണിയൻ ബി അറിയാം 97 ആണ്. 97 ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ അറിയാം 62 ആണ്. എൻ ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 23 ആണ്. ഓക്കെ, അപ്പോൾ എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു 97 മൈനസ് 62 പ്ലസ് 23. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ ഓഫ് ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 97 മൈനസ് 62 പ്ലസ് 23 ഇസ് ഈക്വൽ ടു 58 എന്ന് കിട്ടും. ഓക്കെ, 58. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. എൻ ഓഫ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ഇസ് ഈക്വൽ ടു 58. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെറ്റ് എ ഹാസ് 3 എലമെൻറ്റ്സ് ആൻഡ് അനദർ സെറ്റ് ബി ഹാസ് 6 എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ്. ഓക്കെ, സെറ്റ് എക്കകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ വേറൊരു സെറ്റ് ബി ആണ്. ബിക്കകത്ത് നമുക്ക് 6 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 എലമെൻറ്റ്സ്. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബിക്കകത്ത് അതിൻ്റെ റേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. എ യൂണിയൻ ബിക്ക് മാക്സിമം എത്ര എലമെൻറ്റ്സ് വരെ ആകാം, മിനിമം എത്ര എലമെൻറ്റ്സ് വരെ ആകാം. അപ്പോൾ എ യൂണിയൻ ബിയുടെ ഒരു റേഞ്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും നമ്മൾ നോക്കി. എയിൽ 3 എലമെൻറ്റ്സ്, ബിയിൽ നമുക്ക് 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ലയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച് ഒരു പരാമർശം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താൽ മതി. നമ്മളിവിടെ കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് തന്നെ വിചാരിക്കുന്നു. എയിലുള്ള 3 എലമെൻറ്റ്സ് ബിയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് ആണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച് യാതൊരുവിധ പരാമർശവും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ യൂണിയൻ എടുക്കുവാണെങ്കിൽ ഇതിൽ നമ്മൾ മാക്സിമം എത്രയായിരിക്കും? ഇതിൻ്റെ യൂണിയൻ മാക്സിമം വാല്യൂ ഓഫ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 3 എലമെൻറ്റ്സും ഈ 6 എലമെൻറ്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതായിരിക്കില്ലേ? അപ്പോൾ എന്തായിരിക്കും? 6 + 3 = 9 എലമെൻറ്റ്സ് ആയിരിക്കൂലേ? ഇതിൻ്റെ മാക്സിമം വാല്യൂ 9 ആണ്. ഓക്കെ, ഇനി മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസംഷനിൽ നമ്മൾ വിചാരിക്കും
ഈ എയിലുള്ള 3 എലമെൻറ്റ്സ് എന്തിലുണ്ട്? ബിയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ മിനിമം വാല്യൂ ഓഫ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ഓഫ് എ യൂണിയൻ ബിയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആയിരിക്കില്ലേ? അതല്ലേ? കാരണം എന്താണ്? കമ്പാരിറ്റീവ്ലി വലിയ സെറ്റ് ബി ആണ്. അപ്പോൾ ബിയിലുള്ള എലമെന്റ്സ് ആയിരിക്കും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? നോക്കിക്കുക നിങ്ങൾ, ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ കറക്റ്റ് ആൻസർ. കാരണം മിനിമം വാല്യൂ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. മാക്സിമം വാല്യൂ 9ഉം മിനിമം വാല്യൂ 6ഉം ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.